ഹലോ, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ അവസാനം വരെ കാണണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഓറഞ്ച് ക്ലേ എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഓറഞ്ച് കളർ ക്ലേ ഇല്ലായിരുന്നു. സോ ഞാൻ റെഡും യെല്ലോയും മിക്സ് ആക്കിയിട്ടാണ് ഈ കാണുന്ന ഓറഞ്ച് കളറാക്കിയിട്ടുള്ളത്. സോ അതിനുശേഷം ഓറഞ്ച് കളർ ക്ലേ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് അത് മാറ്റണം. അതായത് ഒരു പൂവിൻ്റെതൾ പോലെ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ വൈറ്റ് കൊണ്ട് ചെയ്തു. മുകളിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ അതിൻ്റെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് നേരെ താഴോട്ട് വന്നു കേട്ടോ. ബാക്കി ചെയ്യുന്നത് താഴേന്നാണ്. അപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് ചോറ്റുപാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും അതെന്തിനാണെന്ന്. വേറെ പാത്രമൊന്നും കിട്ടിയില്ല. സോ കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വൈറ്റും ആക്കി അതുപോലെ തന്നെ ഓറഞ്ചും ആക്കി നമുക്ക് ഗ്രീൻ ആക്കണം. കണ്ടില്ലേ, ഇപ്പം തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ വൈബൊക്കെ വന്നിട്ടുണ്ടല്ലേ. നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റ് എടുക്കുന്നത് എന്തിനാ വിചാരിച്ചാൽ നമുക്കിതൊന്ന് അതിൽ അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. സോ ഞാൻ ആദ്യം തന്നെ ഗ്രീൻ വെച്ചു. ഇനി ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് വൈറ്റ് വെക്കണം കേട്ടോ. രണ്ട് സൈഡിൽ എല്ലാം 4 വീതമാണ് ആക്കിയത്. രണ്ട് സൈഡിലായിട്ട് 2 വൈറ്റ് വീതം വെച്ചു കൊടുക്കാം. ഈ കാണുന്ന പോലെ 2 സൈഡിലായിട്ട് 2 വൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് വെക്കാം. അപ്പം അതിന്റെ മുകളിലായിട്ട് 4 ഓറഞ്ച് ഷെയ്ഡും കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു സംഭവത്തിന്റെ സംഭവഗതികൾ ഉള്ളത്. സോ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നമുക്ക് വൈറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ വൈറ്റ്, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് വൈറ്റ് വെച്ച് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ നീല കളറിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഇത് ഉണ്ടായിരുന്നില്ല. കാരണം അതിന് കൃത്യമായ എണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് ക്ലേയിൽ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്ലേ ഇങ്ങനെ ചെറുതാക്കി മുറിക്കാൻ ഭയങ്കര പണിയായിരുന്നു. ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം എടുത്ത് ഞാൻ ഇത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം ചെയ്യാം. ബാക്കി ഭാഗം ചെയ്യാണ്ട് ഞാൻ ഓറഞ്ചും വൈറ്റും അതുപോലെ തന്നെ ബ്ലൂവും കൂടി എടുത്തിട്ട് റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. 3 അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു ബാഡ്ജാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണേ. അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാലും കൊള്ളാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെ ഇന്നത്തെ നമ്മുടെ ഹായ് റൈമക്കും ഫിദക്കും അതുപോലെ തന്നെ ഹനക്കും ആണ് കേട്ടോ. എല്ലാവർക്കും ഹായ്.